ഞാനതിൽ അപ്പം ഇന്നത്തെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസ് അല്ലെങ്കിൽ സ്കിൻ എക്സ്ട്രാ ഡ്രൈ ആവുന്നതിനെ കുറിച്ച് പറയാൻ വന്നതാണ്. ആക്ച്വലി കുറേ ബ്രൈഡ്സ് ആയിരുന്നാലും നോർമലിയുള്ള ആൾക്കാരായിരുന്നാലും ചോദിക്കുന്ന കാര്യം, മേക്കപ്പ് കഴിഞ്ഞ് ഫംഗ്ഷനൊക്കെ കഴിയുന്ന ടൈമിൽ ഫേസ് ഭയങ്കര ഡ്രൈ ആവാറുണ്ട്. ഓൾറെഡി നമ്മുടെ ഓയിൽ സ്കിന്നാണ്, പക്ഷേ മേക്കപ്പ് കഴിയുമ്പോൾ ഡ്രൈ ആവാറുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ യഥാർത്ഥ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻസ് ഉണ്ട് അല്ലേ. ഈ സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന പോലെ തന്നെ അതിൽ നമുക്ക് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ ഒരു 2-3 ബ്രൈഡ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഒരൊറ്റ ബ്രൈഡിനെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഈ ബ്രൈഡ് മേക്കപ്പ് കഴിഞ്ഞുകൊണ്ട് റിസപ്ഷൻ ഒരു മേക്കപ്പ് എടുക്കുന്നു, അല്ലെങ്കിൽ ഹൽദി ഫംഗ്ഷൻ, സംഗീത്, വെഡ്ഡിങ്, അങ്ങനെ ഓരോന്നിനും അവർ ഓരോ ടൈപ്പ് മേക്കപ്പ് ആയിരിക്കും എടുക്കുന്നത്. എക്സാമ്പിൾ ഒരു ഗ്ലാസ് സ്കിൻ എടുക്കാം, HD എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ ടൈപ്പ് മേക്കപ്പ് എടുക്കുമ്പോൾ നമ്മൾ ഓരോന്നിനും നമ്മൾ ഓരോ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് അധികമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിൻ എക്സ്ട്രാ ഡ്രൈ ആവാറുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഈ ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ടുള്ള ഏക വഴി എന്ന് പറയുന്നത് നമ്മൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തൊരു ഫംഗ്ഷൻ ആവട്ടെ നമ്മൾ മേക്കപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഫസ്റ്റ് ഐസ് ക്യൂബിൽ ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ആ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലൊരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുക. ആ സ്പോട്ടിൽ തന്നെ നമ്മൾ സ്കിൻ കെയർ, ഇപ്പം ഓയിൽ സ്കിൻ ആണെങ്കിലും നോർമലി കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും കറക്റ്റായിട്ട് സെറ്റായിട്ട് വരും. സോ ഇനിയുള്ള മേക്കപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ടിപ്പിന് വേണ്ടിയിട്ട് ബ്രൈഡ്സ് ഓഫ് അതുൽ എന്നാണ് എൻ്റെ പേജ് ഫോളോ ചെയ്യുക. ബൈ.